എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2023 നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 1 എന്ന് പറയണത് എങ്ങനെ എഴുതാൻ നോക്കുക? 12/12 എന്ന് എഴുതിക്കൂടെ? അപ്പൊ 3/12 കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ട് 12/12? അതായത് 12 - 3 എത്രയാണോ? 9. 9/12. അപ്പൊ ഈ 9/12 ചെറിയ രൂപമാക്കാൻ എന്താ ചെയ്യാ? 3 പോവും രണ്ടിലും അല്ലെ? 3 9, ഇവിടെ 4 3 12. അപ്പൊ 3/4 എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3/12 പ്ലസ് എക്സ് കൂട്ടണത് എക്സ് എന്ന് വിചാരിച്ചു, അത് ഈക്വൽ ടു 1 എന്ന് മനസ്സിലായി. അപ്പൊ എക്സ് എങ്ങനെയാണ്? 1 മൈനസ് 3/12. അപ്പൊ LCM എത്രയാണ്? 12 ആണ്. അപ്പൊ ഇതിനെയും 12 കൊണ്ട് ഗുണിക്കണം, അപ്പോഴാണ് /12 എന്ന് എഴുതുക അല്ലെ? അപ്പൊ 12/12 ആയി. 12 - 3 എത്രയാണോ? 9. 9/12 ആയി. അതിനെ ചെറിയ രൂപമാക്കുമ്പോഴാണ് 3/4 കിട്ടുന്നത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് ഏറ്റവും എളുപ്പമായ വഴി. 3/12 എന്ന് പറഞ്ഞിട്ട് 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് 12/12 ആക്കി എഴുതുക. അപ്പൊ 12 - 3 എന്ന് പറയുന്നത് 9/12 ആണ്. അപ്പൊ ആ 9/12 ചെറിയ രൂപമാക്കിയ 3/4 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കണക്കാക്കാൻ എന്താ ചെയ്യാ? ശരാശരി വേഗത കണക്കാക്കാൻ വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് അല്ലെ? ദൂരം ബൈ സമയമാണ്. എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞിരിക്കണേ? 810 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ്. 810 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സമയം എത്രയിലാണ് തന്നിരിക്കണേ? മണിക്കൂറിൽ തന്നെയാണ്. അപ്പൊ 9 അവർ അല്ലെ? അപ്പൊ എന്താണ്? 90 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ശരാശരി വേഗത. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ നമ്മൾ കിഴക്ക് ഏതാന്ന് നോക്കുക. കിഴക്ക്, പടിഞ്ഞാറ്, അങ്ങനെ നമുക്ക് നോക്കി എഴുതുക. അപ്പൊ എന്നിട്ട് ഇവിടുന്നാണ് നമ്മൾ നടക്കണേ എന്ന് വിചാരിക്കുക. 13 മീറ്റർ കിഴക്കോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടന്നു അല്ലെ? 13 മീറ്റർ ആണ്. ഇനി ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് തിരിഞ്ഞത് അല്ലെ? 11 മീറ്റർ. ഇനി എന്താ പറഞ്ഞേ? വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ. അപ്പൊ ഇവിടെ എത്തി അല്ലെ? 5 മീറ്റർ. ഇനി എന്താ ചെയ്തത്? വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ. അപ്പൊ ഇങ്ങോട്ടും 5 മീറ്റർ ആയി അല്ലെ? അപ്പൊ ഇനി എന്താ പറഞ്ഞേ? നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയ സ്ഥലം ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഈ ദൂരം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഇതെന്താണ്? ഈ ഒരു നീളം, അതായത് ഈ നീളം എന്ന് പറയുന്നത് ആകെയുള്ള നീളം 11. അതിന്ന് ഈ 5 മൈനസ് ചെയ്തതല്ലേ ഇവിടെ വരിക. അപ്പൊ ഇവിടെ എന്താണ് വരിക? 6 എന്ന് വരും അല്ലെ? ഇവിടെ എന്താണ്? ഇവിടെ 5 ആണ്. അപ്പൊ ഇവിടെയും 5 ആവും അല്ലെ? ആകെ 13 ഉണ്ട്. ഇവിടെ 5 ആണെന്ന് വെച്ചാ പിന്നെ എത്ര വരും? 8 5 ആണ് 13 അല്ലെ? അപ്പൊ ഇവിടെ മാത്രം എന്ന് പറയുന്നത് എത്ര വരും? 8 വരും. ഇവിടെ മാത്രം എന്ന് പറയുന്നതോ 6 വരും. ഇതൊരു മട്ടത്രികോണം അല്ലേ? ഈ മട്ടത്രികോണത്തിന്റെ കർണാണ് ഇനി നമ്മൾക്ക് കാണേണ്ടത്. കർണം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലെ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അത് എത്രയാണ്? 8 64 36 അല്ലെ? 100 എന്ന് വരും. അപ്പൊ കർണം എന്ത് വരും? √100. കർണം വരുന്നത് √100. അത് എത്രയാണ്? 10 × 10 ആണ് 100 അല്ലെ? അപ്പൊ √100 എന്ന് പറയുന്നത് എന്താണ്? 10. അപ്പൊ ആൻസർ ഏതാണ്? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്.
എങ്കിലും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം, ഭിന്നസംഖ്യ എക്സ് എന്ന് വിചാരിച്ചു, നമ്മൾ എക്സ് ബൈ വൈ എന്ന് വിചാരിച്ചോളൂ. എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണെന്ന് വിചാരിച്ചാൽ അതിന്റെ 1/8 ഭാഗം എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് ബൈ വൈ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 8നെ മുകളിലേക്ക് കൊണ്ടുപോവാ അല്ലെ. എന്നാല് 32, 32/1. അപ്പൊ ഏതാണ് ആൻസർ? 32 എന്നുള്ളതാണ് ആൻസർ. 32/1 തന്നെയാണ് 32 എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ട്? അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വരി നിരയും ഒന്നാണ്, എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയണതാണ് നമുക്ക് എത്ര എന്ന് പറഞ്ഞേക്കണത്? 3249. അപ്പൊ എക്സ് കാണാൻ എന്താ ചെയ്യാ? നമ്മള് അതിന്റെ റൂട്ട് എടുക്കണം അല്ലെ. റൂട്ട് എടുക്കാൻ എന്താ ചെയ്യാ? 3249നെ നമ്മള് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 1 3 3 0. പിന്നെ 2ല് പോവില്ലേ, അപ്പൊ 0 എഴുതി. 24ല് എത്രയാണ്? 8 3 24, 3 3 9. ഇനിയും 3 പോവും. 3 3 9, 18ല് 6 3 18, 361. 361 നമുക്കറിയാം എത്രേന്റെയാണ്? 19ന്റെയാണ് അല്ലെ. 19 × 19 അല്ലേ. നോക്കൂ, 19 × 19, 9 × 9 81, 8 9 8 17, 9 1, 361. കണ്ടില്ലേ? 19ന്റെ ആണ്. അപ്പൊ 19 1. അപ്പൊ ഇനി നമുക്ക് എന്തെഴുതാം? 3249നെ നമുക്ക് എന്തെഴുതാം? 19 × 19 × 3 × 3 എന്ന് എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എക്സ് എന്താ വരിക? റൂട്ട് ഓഫ് ഇത് എന്ന് വരും അല്ലെ. 19 × 19 × 3 × 3. അപ്പൊ ഇതിന്റെ റൂട്ട് കാണാൻ രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം എടുക്കുക പുറത്തേക്ക് അല്ലെ. അപ്പൊ 19 × ഇവിടുന്ന് രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുത്ത 3 9 27 2 57. അപ്പൊ 57 എന്നുള്ളതാണ് ആൻസർ. ഇനി ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടാൻ വേണ്ടി ഞാനൊരു വഴി പറഞ്ഞു തരാം. 50 × 50 എത്രയാണ്? 5 25 അല്ലെ. 2500. അതിനെക്കാട്ടും മീതെയാണ് ഇത് അല്ലെ. അപ്പൊ 50 കഴിഞ്ഞ് പിന്നെ 60 ആവുമ്പോ എത്രയാവും? 6 6 36, 3600 ആവും. അത്ര ഇല്ല അല്ലെ. 50നും 60നും ഇടയിലാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, 53 57. പക്ഷെ ഒറ്റയുടെ സ്ഥാനത്ത് നോക്കൂ, 3 ആവുമ്പോ 3 9 എന്നാണ് വരിക. അപ്പൊ 53 × 53 വരുമ്പോ പക്ഷെ 2500 കുറച്ചേ നീങ്ങുള്ളൂ അല്ലെ. 3600ന്റെ അടുത്താണ് ഏകദേശം ഏത് നിക്കണേ? 3249 ഇത് നിക്കണത്. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം 57 ആണെന്ന്. അപ്പൊ 57 നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയ വേഗത്തില് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഈ വഴിയാണ് നിങ്ങൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? 4 മടങ്ങ് ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിച്ചു, അതിന്റെ 4 മടങ്ങ് 4x, 6 മടങ്ങ് 6x. അത് രണ്ടും തമ്മിൽ കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 100 കിട്ടി. അപ്പൊ എന്താണ്? 4xും 6xും കൂടി കൂട്ടിയ എത്രയാണ്? 10x. അതെന്ന് പറയുന്നത് 100 അപ്പൊ എക്സ് എന്ത് വരും? 100/10 അല്ലെ. അത് എത്രയാണ്? 10. ഇനി എന്താ പറഞ്ഞേക്കണേ? സംഖ്യയുടെ 3 മടങ്ങ്. അപ്പൊ 3x എത്രയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. 3 × 10 അത് എത്രയാണ്? 30. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഗസ്റ്റ് 1 ചൊവ്വാഴ്ച ആണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ആഗസ്റ്റ് 1 കഴിഞ്ഞാൽ ഇനി ആഗസ്റ്റിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട് അല്ലെ. സെപ്റ്റംബറിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട് അല്ലെ. 30 days ഓഫ് സെപ്റ്റംബർ അല്ലെ. അപ്പൊ സെപ്റ്റംബറിൽ 30 ദിവസം. ഇനി എന്താണ്? ഒക്ടോബറിൽ എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം അല്ലെ. നവംബറിൽ എത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞ? 30 ദിവസം. അത് 30-ാം തീയതിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതിലുള്ള ആകെ ദിവസങ്ങൾ എത്രയാണ്? 1
3 3 6 3 9 3 12 121 ദിവസം. അതിനെ നമ്മളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 7 51 7 49, പിന്നെ 2 ദിവസം ബാക്കി വരും അല്ലെ? അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താ അപ്പൊ നമുക്ക് കിട്ടണത് എന്താണ്? അത് ഒരു ചൊവ്വാഴ്ചയായിരിക്കും അല്ലെ? കൃത്യമായി പോണ്ടെച്ചെങ്കിൽ അത് ചൊവ്വാഴ്ചയായിരിക്കും. അപ്പൊ നവംബർ 28 വരെയുള്ളത് ചൊവ്വാഴ്ചയാണ്. നവംബർ 28 ചൊവ്വാഴ്ചയാണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ 29 എന്താവും? ബുധനാവും. 30 എന്താവും? വ്യാഴാവും. അപ്പൊ ഈ 2 ശിഷ്ടം വരുന്നത് കൊണ്ടാണ് ഞാൻ നവംബർ 30 -2 ചെയ്ത് നവംബർ 28 ഏതാണെന്ന് മനസ്സിലാക്കിയേ? ചൊവ്വാഴ്ചയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ 28 ചൊവ്വയാണെന്ന് വെച്ചെങ്കിൽ 29 ബുധൻ, 30 വ്യാഴം. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി. എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? 587 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത് അല്ലെ? അപ്പൊ സാധാരണ പലിശ കാണാനുള്ള വാക്യം എന്താണ്? I = PNR/100 ആണ് അല്ലെ? പി ഇതാണ് 587 ആണ്. എൻ എത്രയാണ്? എത്ര കാലത്തേക്കാണ് നിക്ഷേപിച്ചത്? 5 വർഷം. അപ്പൊ 5 × 6 ആണ് നമുക്ക് കിട്ടാത്തത്. R/100 എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 587 തന്നെയാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്ന് 6 കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ 587 ക്യാൻസൽ ചെയ്ത് പോവില്ലേ? 6 എന്ന് പറയുന്നത് എത്രയാണ്? 100/5 ആണ്. അതെത്രയാണ്? 20 ആണ്. 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ 100 രൂപയ്ക്ക് എത്ര രൂപ കിട്ടും? 100 × 20/100, അതായത് 20 രൂപ. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ്? അതായത് എന്താ പറഞ്ഞിരിക്കണേ? ഒരു സ്കൂളിലെ X കുട്ടികളുണ്ട്. അതിന്റെ എത്ര ശതമാനമാണ്? 3 എത്ര? ആകെയുള്ള ഭാഗങ്ങൾ എത്രയാണ്? 5 3 8. 3/8 എന്ന് പറയണത്, Xന്റെ 3/8 ഭാഗം എന്ന് പറയണത് എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എത്ര കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 126 ആണ് അല്ലെ? അപ്പൊ Xന്റെ 3/8 ഭാഗമാണ് 126. അപ്പൊ X എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാം? 126 × 8/3 അല്ലെ? അത് എത്രയാണ്? ഇവിടെ 4 വരും, ഇവിടെ 2 വരും. 42 × 8 ഇരട്ട് 16, ബാക്കി 1, 4 8 32, 1 33 അല്ലെ? 336 ആരുണ്ട്? പെൺകുട്ടികളുണ്ട് അല്ലെ? പെൺകുട്ടികൾ. ഇനി ആൺകുട്ടികൾ എത്രയാണ്? Xന്റെ എത്ര ഭാഗമുണ്ട്? 5/8 ഭാഗമുണ്ട്. അതാണ് ആൺകുട്ടികൾ. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? X എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ? 336 ആണ്. അതിന്റെ 5/8 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/8 എന്ന് പറയുന്നത് എത്ര വരും? 336 അല്ലെ? 4 8 32, 16 ഇരട്ട് 16, 42 × 5 25 10, 1 4 5 21 21. 210 ആൺകുട്ടികളാണ് ഉള്ളത്. ആൺകുട്ടികളാണ്. ഇവിടെ തന്നേക്കുന്നത് എന്താണ്? പെൺകുട്ടികളല്ല, ഇത് ആകെയുള്ള കുട്ടികളാണ് അല്ലെ? ഇത് എന്താണ്? ആകെയുള്ള കുട്ടികളാണ്. പെൺകുട്ടികള് അവര് തന്നിരിക്കുന്നത് 126 ആണ്. പെൺകുട്ടികൾ തന്നിരിക്കുന്നത് 126 ആണ്. അപ്പൊ ആകെ കുട്ടികളെ എങ്ങനെ കണ്ടുപിടിച്ച്? ആകെ കുട്ടികളുടെ 3/8 ഭാഗമാണ് പെൺകുട്ടികൾ. അപ്പൊ ആകെ കുട്ടികൾ എത്രയാണ്? 126 × 8/3 കിട്ടി. 336 ആണ് ആകെ കുട്ടികൾ കണ്ടു. ഇനി ആകെ കുട്ടികളുടെ 5/8 ഭാഗം, അതായത് 3:5 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് 5/8 ഭാഗം എടുത്തത്. 5/8 ഭാഗമാണ് ആൺകുട്ടികൾ. അപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളും കിട്ടിയോ? അതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 210 - 126. അതെത്രയാണ് വരിക? 84. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എക്സ് എന്ന് പറയുന്നത് പെൺകുട്ടികളല്ല, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആകെ കുട്ടികളാണ് ഈ 336 എന്ന് പറയുന്നത്. പെൺകുട്ടികളെ അവര് തന്നിട്ടുണ്ട് 126 ആണെന്ന്. അതിന്നാണ് നമ്മള് ആകെ കുട്ടികൾ കണ്ടുപിടിച്ചത് അല്ലെ. എക്സിന്റെ 3/8 ഭാഗമാണ് 126. അപ്പൊ എക്സ് കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്നത് ആകെ കുട്ടികള്. ആകെ കുട്ടികളുടെ പിന്നെ 5/8 ഭാഗമാണ് ആൺകുട്ടികള്. അപ്പൊ ആൺകുട്ടികളെയും കണ്ടുപിടിച്ചു. പെൺകുട്ടികൾ മൈനസ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം കാണാൻ വലുതെന്ന് ചേർത്ത് കുറയ്ക്കുക അല്ലെ. അപ്പൊ എത്രയാണ് വരുന്നത്, 84. അപ്പൊ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ. നോക്കൂ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള ഇത് ഒരിക്കലും നിങ്ങൾ 75 ഇൻറ്റു 75 ഇൻറ്റു 75 ചെയ്യരുത്. കാരണം അതിന് ഉള്ള സമയം ഉണ്ടാവില്ല. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് ഇത് അല്ലെ. ബൈ ഇതെന്താണ്, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ. എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എന്താ എഴുതാം, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയോ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക, എ മൈനസ് ബി മാത്രം. എ മൈനസ് ബി ഇവിടെ എന്താണ്, 75 മൈനസ് 25 അത് എത്രയാണ്, 50. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.